എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മോർണിംഗ് റുട്ടീനായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ രാവിലെ തന്നെ പാല് വന്നു എന്നാണ് ആദ്യം നോക്കുക. ഉമ്മറത്തെ വാതിൽ ആദ്യം തുറക്കും, എന്നിട്ട് പാല് വന്നു എന്ന് നോക്കും. പാല് വരാൻ സമയമാവും. ഇപ്പം ചെടികളൊക്കെ നന ഉള്ള കാരണം കൊണ്ട് ഇലയൊന്നും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഒരാഴ്ചത്തെ നനയൊക്കെ ഇപ്പൊ ചെടികൾക്കൊക്കെ കിട്ടിത്തുടങ്ങി. ചെടികളൊക്കെ പോയി, എന്നാലും ഉള്ള ചെടികളൊക്കെ നന്നായിട്ട് തന്നെ ഇപ്പൊ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വടുക്കോർത്ത ഗ്രില്ല് തുറക്കുമ്പോൾ സ്റ്റെപ്പിന്റെ അടിയിൽ തന്നെ പക്ഷികള് മാങ്ങയൊക്കെ കൊത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ മാങ്ങ ഞാൻ അപ്പൊ തന്നെ കൈകൊണ്ട് എടുക്കാൻ എനിക്കൊരു പേടി. നിപ്പാന്നൊക്കെ പറയുമ്പോ നമ്മള് ഇനി പല്ലൊക്കെ തേക്കാനുള്ളതല്ല. അപ്പൊ ഞാൻ ചോദിച്ചു അത് അവിടെ തന്നെ കിടക്കട്ടെ, പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് ചൂലൊക്കെ എടുത്ത് അടിച്ച് കളയാന്ന്. ആദ്യം ഇപ്പൊ വടുക്കോർത്ത വാതില് തുറന്ന് ആദ്യം നോക്കുക മാങ്ങ ഉണ്ടോന്നാണ്. മാവിന്റെ ചൂട്ടിൽ പോയിട്ട് മാങ്ങ നോക്കും. മാങ്ങ ഒരുപാട് മാങ്ങ കിട്ടും ട്ടോ. അപ്പൊ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ മാങ്ങ പറക്കലാകുമ്പോൾ ഞാൻ എന്നിട്ട് ഫോണൊക്കെ അവിടെ വെച്ച് ഒരു മുറൊക്കെ കൊണ്ടുവന്ന് മാങ്ങയൊക്കെ പറക്കി അതിലേക്ക് ആക്കിട്ടോ. 2 മാവുണ്ട്. അതിലത്തെ ഒരു മാവിന്റെ ചുവട്ടിൽ മാത്രമേ പോവാറുള്ളൂ, മറ്റേ മാവിന്റെ ചുവട്ടിലേക്ക് പോവാറില്ല. ഇത് വലിയൊരു മാവാണ് വടുക്കോർത്ത് തന്നെ. വർഷങ്ങൾ കുറെ പഴക്കമുണ്ട് കേട്ടോ ആ മാവിന്. അപ്പൊ അതിലൊരുപാട് മാങ്ങ ഉണ്ട്. കഴിഞ്ഞ വർഷം ഈ മാവ് പൂത്ത തന്നെ ഇല്ല, ഈ ഈ വർഷം പൂത്ത. അപ്പൊ ഇഷ്ടം പോലെ മാങ്ങ ഉണ്ട്. നല്ല മാങ്ങയാണ് ഇനി. അപ്പോൾ അതൊക്കെ പറക്കി ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് എഴുത്തിയമ്മയൊക്കെ വീട്ടിൽ പോയോണ്ട് മൊത്തം മാങ്ങയും ഞങ്ങൾ തന്നെ പറക്കണ്. ഇനി മാങ്ങയൊക്കെ കഴിയുമ്പോഴേക്കും ഷുഗറിന്റെ ലെവലൊക്കെ ഒന്ന് നോക്കിയാൽ എന്താവും അവസ്ഥ എന്നറിയില്ല. എന്തായാലും ഒറ്റ മാങ്ങ പോലും വിടാതെ എല്ലാം പറക്കി എടുത്തിട്ട് വൈകുന്നേരം ഇപ്പൊ ചായ ഇല്ല, വൈകുന്നേരം മുതൽ ജ്യൂസ് കുടിയാണ് കേട്ടോ. പിന്നെ രാത്രി കിടക്കുന്നതിന്റെ മുന്നേ ജ്യൂസ് കുടിക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഷുഗർ നോക്കുമ്പോഴാവും ഷുഗർ ഏത് തലക്കിലെത്തിന്ന് അറിയാട്ടോ. അപ്പോൾ വെള്ളം ഉള്ളതൊക്കെ ഞാൻ ആദ്യം തന്നെ കറിവേപ്പിനെ കൊഴിച്ചു. പിന്നെ തുണികളൊക്കെ ഒന്ന് സോപ്പിലിട്ടതിൻ്റെ ശേഷം പല്ലൊക്കെ തേച്ചിട്ടാണ് പിന്നെ കിച്ചണിലേക്ക് കയറിയത് കേട്ടോ. അപ്പോൾ ഏട്ടൻ ഈ സമയത്ത് എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഏട്ടന് ആദ്യം തന്നെ കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ആ അകത്തേക്ക് കയറുന്നതിന്റെ മുന്നേ തന്നെ ഇതൊക്കെ ഒന്നാണ്ട് ചെയ്ത് വെക്കാന്ന് വിചാരിച്ചു. സ്കൂളുള്ള സമയത്ത് ഞാൻ മുറ്റം കൂടി അടിച്ചിട്ടാണ് അകത്തേക്ക് കയറല്. ഇപ്പൊ പിന്നെ എല്ലാം സാവധാനം മതി. പിന്നെ മോളുണ്ട്, അവള് എണീറ്റ് വന്നാൽ പിന്നെ അവള് മുറ്റം അടിച്ചോളൂ. അപ്പൊ ആ ഒരു ജോലി ഇപ്പൊ ഞാൻ സ്കിപ്പ് ചെയ്തിരിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞതിന്റെ ശേഷം മാങ്ങയൊക്കെ എടുത്ത് കളഞ്ഞ് കൈയൊക്കെ സോപ്പിട്ട് കഴുകിയിട്ടാണ്. പിന്നെ ഇപ്പൊ ഏട്ടൻ പുറത്തേക്ക് ഇറങ്ങാറില്ല മുറിവ് കാരണം. ആ ഡ്രസ്സ് ചെയ്തതിലൊക്കെ മണ്ണാവണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഏട്ടന് ഉള്ള ബ്രഷ് ഞാൻ ഗ്രില്ലിന്റെ മുകളിൽ അവിടെ വെച്ച് കൊടുക്കുക ചെയ്യുക. പിന്നെ ഏട്ടൻ വന്ന് അതെടുത്ത് പല്ലൊക്കെ തേക്കുക. അപ്പോഴേക്കും ഞാൻ കിച്ചണിലേക്കൊക്കെ വന്നു. കിച്ചണിലേക്ക് വന്നപ്പോൾ ഇപ്പൊ 6:30 ആയിട്ടേ ഉള്ളൂ കേട്ടോ. ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എണീറ്റു. എനിക്കൊന്ന് പട്ടാമ്പിയിലേക്ക് പോകേണ്ട കാര്യമുണ്ട്. എൻ്റെ വീട് കൊടുമുണ്ടയിലാണ്, പക്ഷെ ഞാൻ പട്ടാമ്പി വരെ പോകണുള്ളൂ. പട്ടാമ്പിയിൽ ബാങ്കിലൊക്കെ ഒന്ന് പോയി വരണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് നേരത്തെ എണീറ്റ് എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് ഞാനും മോളും കൂടി പോവാന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴേക്കും പാലൊക്കെ വന്നു. അപ്പം ഏട്ടന് കട്ടൻ ചായ വെച്ചു. അതിനുശേഷം എനിക്ക് പാൽ ചായയും പിന്നെ ഉരുളൻകിഴങ്ങും മഞ്ഞക്കറിയും നൂൽപുട്ടും ഉണ്ടാക്കാന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പം ഏട്ടന് ഇതൊന്നും ഇഷ്ടമല്ല. ഏട്ടന് നല്ല സമയത്ത് തന്നെ നൂൽപുട്ട്, എല്ലാ ഭക്ഷണവും കഴിക്കുന്ന സമയത്ത് തന്നെ നൂൽപുട്ട് എന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമില്ല. അപ്പം ഏട്ടന് കഞ്ഞി ചെറുപയറും ആണ്. കഞ്ഞിയിൽ ചെറുപയറിട്ട് കുക്കറിൽ ഫിസിലടിച്ചിട്ട് അതാണ് ഇപ്പം ഏട്ടൻ കുറച്ച് ദിവസമായിട്ട് രാവിലെ കഴിക്കാറ് കേട്ടോ. അപ്പം കഞ്ഞി അങ്ങനെ കൊടുത്താൽ കൊഴുപ്പല്ലേ, ഷുഗർ കൂടും, കൊളസ്ട്രോൾ കൂടും എന്നൊക്കെ വിചാരിച്ച് കഞ്ഞി ഞാൻ വെന്തതിൻ്റെ ശേഷം ഒന്നും കൂടി തിളപ്പിച്ച് പച്ചവെള്ളം തിളപ്പിച്ചൊഴിച്ച് പിന്നെ ഒന്നും കൂടി തിളപ്പിച്ചൊഴിച്ച് അങ്ങനെയും ആണ് കഞ്ഞി ഞാൻ കൊടുക്കാറ് കേട്ടോ. കഞ്ഞിക്ക് ഒന്നും കഴിക്കാനൊന്നും കൂട്ടാത്തില്ല, വെറും കഞ്ഞി മാത്രം. ഇന്ന് പച്ചമാങ്ങ ഉണ്ടെങ്കിൽ മുറിച്ച് താന്ന് പറഞ്ഞു. അപ്പം ഞാൻ കഞ്ഞിക്ക് പച്ചമാങ്ങ മുറിച്ച് കൊടുത്തു. പിന്നെ ഏട്ടനുള്ള ചായ ഞാൻ ഉമ്മറത്ത് കൊണ്ടുപോയി വെച്ച് എൻ്റെ ചായയും റെഡിയാക്കി വെച്ചു. എന്നിട്ട് ഞാൻ കുക്കർ ഒന്ന് ഫിസിലടിപ്പിക്കാൻ വെച്ചതിൻ്റെ ശേഷം ചായയൊക്കെ എടുത്ത് ഉമ്മറത്ത് പോയി ഏട്ടനോട് വർത്താനമൊക്കെ പറഞ്ഞിട്ട് ചായയൊക്കെ കുടിച്ചു. പിന്നെ കിച്ചണിലേക്ക് വരാമെന്ന് വിചാരിച്ചു. അപ്പം അതെ എൻ്റെ ചെയർ അവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടാളും ചായയൊക്കെ കുടിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ചെറുപയറൊക്കെ കഴുകി കുക്കറിലിട്ടു. എന്നോട് കൂടെ തന്നെ ഞാൻ അരിയും കഴുകിയിടും കേട്ടോ. അത് ഫിസിൽ വരുമ്പോഴേക്കും ഞാൻ പാലൊക്കെ തിളപ്പിച്ച് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ചൂടായതുകൊണ്ട് കുറേ നേരം കുപ്പിയിലിരിക്കുമ്പോൾ പാല് നാശമാവൂല വേഗം. പിന്നെ കതിര്
കതിര് കൊണ്ടാണ് ഞാൻ എന്നും നൂൽപുട്ടുണ്ടാക്കുക. എനിക്ക് വേറൊരു പൊടി കൊണ്ട് നൂൽപുട്ടുണ്ടാക്കിയാലും സെറ്റാവില്ല കേട്ടോ. അതിങ്ങനെ പീച്ചുമ്പോൾ ആ സേവനാഴിന്ന് വരികയില്ല. കതിര് മാത്രമേ വരുള്ളൂ. കതിര് ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുക ചെയ്യുക. അപ്പോഴേക്കും മോളും എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഭർത്താവിൻ്റെ അമ്മയൊക്കെ ഇപ്പൊ കിച്ചണിൽ കയറില്ല. കിച്ചണിൽ കയറാൻ വെയിക്കണ സമയത്ത് അവര് വെറും പച്ച വെള്ളത്തിലാണ് കേട്ടോ കുഴച്ചെടുക്കുക. പക്ഷെ ഞാൻ ചൂടുവെള്ളം ലൈറ്റായിട്ടുള്ള ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കും. പിന്നെ കറി ഉള്ളി ഉരുളൻകിഴങ്ങും ഉണ്ടാക്കാൻ അതിലേക്ക് അപ്പോൾ കറിവേപ്പിലൊക്കെ പൊട്ടിച്ച് വരികയാണ്. കറിവേപ്പില പൊട്ടിച്ച് പോകുമ്പോൾ തന്നെ അതിൻ്റെ അടുത്ത് തന്നെ പച്ചമുളക് നിൽക്കുന്നുണ്ട്. പക്ഷെ അതെൻ്റെ മൈൻഡിലില്ല. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് വീണ്ടും വന്നിട്ടാണ് പച്ചമുളക് പൊട്ടിച്ച് പോകട്ടെ. അപ്പോഴേക്കും മോള് എണീറ്റ് മുറ്റൊക്കെ അടിച്ചു, പല്ലൊക്കെ തേക്കും. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഇതിലാണ് നൂൽപുട്ട് ഉണ്ടാക്കുക. ഇത് 6 തട്ടാണ് കേട്ടോ ഒരു ഇതിൽ. അതിൽ ഈ രണ്ടെണ്ണമായിട്ട് 3 വെക്കാനുള്ള കള്ളിയുണ്ട്. പക്ഷെ ഞാൻ രണ്ടെണ്ണമാണ് വെക്കുക. ഇഡ്ഡലി ചെമ്പിലേക്ക് ഇറക്കി വെക്കുക ചെയ്യുക. 3 വെക്കുമ്പോൾ അതിൻ്റെ അടിയിലത്തെ നൂൽപുട്ടിൽ വെള്ളം കയറും കേട്ടോ. അപ്പം ഞാൻ രണ്ടെണ്ണം അങ്ങനെ വേഗം അങ്ങനെ വെച്ചെടുക്കും. അതല്ലാച്ച ഇഡ്ഡലി ചെമ്പിൽ ഇഡ്ഡലി തട്ടിലാണ് വെക്കാറ്. ഇതിലാവുമ്പോൾ പെട്ടെന്ന് കഴിയും പറ്റില്ല. ഇഡ്ഡലി ചെമ്പിലാവുമ്പോൾ ഇഡ്ഡലി പോലെ തന്നെ ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷമൊക്കെ ഒഴിക്കാൻ പറ്റുള്ളൂ. ഇത് 2 എടുത്ത് ഇങ്ങോട്ട് മാറ്റിയ അപ്പം തന്നെ 2 വേഗം കയറ്റാലോ. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. പിന്നെ ചോപ്പർ പറയണ്ടല്ലോ, എല്ലാ വീട്ടമ്മമാർക്കും നല്ല ഉപകാരമാണ്. ഒരാൾ കിച്ചണിൽ നമ്മളെ സഹായിക്കാനുള്ള പോലെയാണ് കേട്ടോ ചോപ്പർ. അപ്പോൾ ചോപ്പർ കൊണ്ട് ഞാൻ വേഗം ഉള്ളി ഇഞ്ചിയും എല്ലാം അരിഞ്ഞു വെച്ചു. അപ്പോൾ ഏട്ടനുള്ള കഞ്ഞി കുക്കറിൽ ഫിസിലടിച്ചിട്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒന്നും കൂടി പച്ചവെള്ളം ഒഴിച്ച് തിളപ്പിച്ച് വാർത്ത് പിന്നെയും തിളപ്പിച്ചിട്ടാണ് കൊടുക്കുക കേട്ടോ. കിച്ചണിലേക്കാണ് വെയിൽ ഇങ്ങോട്ട് ഉദിച്ചു വരുന്ന വെയിൽ. ഇപ്പോൾ 6:30 കഴിഞ്ഞിട്ട് 7:30 ആയിട്ടേ ഉള്ളൂ. കിച്ചണിൽ ഭയങ്കര വെയിലാണ്. കൊണ്ട് ജനലിൻ്റെ ഉള്ളിൽ കൂടെ നല്ല വെയിൽ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇപ്പോൾ 7:30 ആകുമ്പോഴേക്കും തന്നെ മുറ്റത്തേക്ക് ഇറങ്ങാൻ വയ്യ എന്നുള്ള അവസ്ഥയാവും. ഇവിടെ നല്ല ചൂടാണ്, കൊടും ചൂടാണ്. ഞങ്ങൾക്ക് പിന്നെ വെള്ളത്തിനൊന്നും ക്ഷാമമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ചില സ്ഥലത്തൊക്കെ വെള്ളത്തിനൊക്കെ എന്തുമാത്രം ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട് അറിയും. ഇവിടെ പിന്നെ അങ്ങനെയൊന്നുമില്ല. കുഴലും കിണറും ഉണ്ട്, പിന്നെ പൈപ്പ് ലൈൻ ഉണ്ട്, എല്ലാറ്റിലും ഇഷ്ടം പോലെ വെള്ളമുണ്ട്. അതുകൊണ്ട് തോട്ടം തിരിക്കാനൊക്കെ ഉള്ള കാരണം ഇവിടെ എല്ലാ ഭാഗത്തും പരിസരങ്ങളിലൊക്കെ നല്ല വെള്ളമുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. അങ്ങനെ അത് ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ പച്ചമുളകും ഒന്ന് പൊട്ടിച്ച് വന്ന് അതും കൂടി കറിയിൽ ഇട്ടു. പിന്നെ ഉള്ളി, സവാള, ഉള്ളി അത് ഞാൻ ചോപ്പറിൽ അരിഞ്ഞ്. ഇപ്പം അതൊരു സുഖമുള്ള പരിപാടിയാണല്ലോ, വേഗം തന്നെ നമ്മളൊക്കെ അറിയാവും. അപ്പോൾ ഏട്ടന് കഞ്ഞിയും പയറും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു പച്ചമാങ്ങ ഉണ്ടെങ്കിൽ മുറിച്ച് തന്നാൽ കഴിക്കാമെന്ന്. അപ്പോൾ ഞാൻ ഏട്ടൻ്റെ വീഡിയോ എടുക്കുമ്പോൾ ഏട്ടൻ പറയുന്നുണ്ട് ജയൻ്റെ ബോഡി കാണിക്കുകയെന്ന്. വളരെ പരോശമായിട്ടാണ് കേട്ടോ. വളരെ ക്ഷീണമാണ്. മുന്നേ ഇങ്ങനത്തെ ആളായിരുന്നില്ല. വളരെ ഒത്ത ഹൈറ്റും ഒരുപാട് തടിയും വയറും ഒക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നു. ഇപ്പം ഞാൻ ഈ വീഡിയോസ് എടുക്കുന്ന സമയം മുതലേ ഏട്ടൻ ക്ഷീണിച്ചിട്ട് തന്നെയാണ്. പക്ഷേ എൻ്റെ കല്യാണ സമയത്തൊക്കെ വലിയൊരാളായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ്. ഇനി ഭക്ഷണം കൊടുത്ത് വേണം അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ. ഇപ്പൊ കുറച്ചൊക്കെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കേട്ടോ. രാവിലെ മറ്റേതൊന്നും കഴിച്ചിരുന്നില്ല. ഇപ്പൊ കഞ്ഞിയാണെങ്കിൽ അത് കുടിക്കാമെന്ന് പറയും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട, അതൊന്നും ഇഷ്ടമില്ല. കുറച്ചെങ്കിലും കഴിക്കുന്ന സാധനം ഇഡ്ഡലി മാത്രമേ ഉള്ളൂ. അപ്പോൾ കഞ്ഞി ചെറുപയറും, പിന്നെ അത് ഹെൽത്തി ആണല്ലോ എന്ന് വിചാരിച്ച് പിന്നെ അതന്നെ കൊടുക്കും. ഏട്ടൻ്റെ കഴിക്കൽ കഴിഞ്ഞു. ഏട്ടന് 8 മണിയാകുമ്പോൾ കൊടുക്കണം. അത് കഴിഞ്ഞ് ഞങ്ങളൊരു 8:30 ആകുമ്പോഴാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോഴേക്കും മോളുടെ തലയിൽ എണ്ണയൊക്കെ തേച്ചിരിക്കുന്നുണ്ട്. അത് ഞാനും മോളും അങ്ങനെ തന്നെ. രാവിലെ എണീറ്റ ഉടനെ എണ്ണ തേച്ച് കുളിക്കേണ്ട ദിവസമാണെങ്കിൽ ഞങ്ങൾ എണീറ്റ ഉടനെ തന്നെ എണ്ണ തേക്കും. ഞങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും എണ്ണ തേച്ച് നിൽക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ജലദോഷമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല. അതങ്ങനെ ശീലമായി, കുട്ടിക്കാലം മുതൽ ശീലമായി. പാരച്യൂട്ടാണ് ഞങ്ങൾ ഉപയോഗിക്കുക എണ്ണ. അത് തേച്ച് നിന്നു. പിന്നെ അവൾക്ക് ഇനി അച്ഛനെ കൊണ്ട് മുറിവ് ഡ്രസ്സ് ചെയ്യിപ്പിക്കാൻ പോകണം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുളിച്ച് അച്ഛനെയും കൊണ്ട് പോവുകയാണ്. അപ്പോൾ ലിസ്റ്റ് തന്നെ അല്ലേ എന്ന് എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അടുത്തൊക്കെ തന്നെയാണ് പോണത്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഞാൻ മോള് പോയി വരുമ്പോഴേക്കും എനിക്കും ഒന്ന് റെഡി ആവാനുണ്ട്. പോയി വന്ന ഉടനെ തന്നെ പട്ടാമ്പിക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്.
അപ്പോൾ അവർ പോട്ടെ, അവർ പോയിട്ട് ഞാൻ എൻ്റെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനി തുണിയൊക്കെ കഴുകുക, ഒക്കെ സോപ്പിലിട്ട് വെച്ചിട്ടുണ്ട്, തുണിയൊക്കെ കഴുകുക, കുളിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ രാവിലത്തെ ഒരു 9 മണി മുതൽ 6:30 വരെ മുതൽ 9 മണി വരെയുള്ള വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും എന്ന്